പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്, ശ്രേഷ്ഠമായിട്ട് സൂക്ഷിച്ചില്ലേ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന്, അത്ഭുതമായി നടത്തുന്നതിന്, ആ പ്രത്യേക കൃപയിൽ നമ്മളെ പൊതിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് നമ്മളെ അതിശയമായി നടത്തുന്നതിന് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ട്, നന്ദി പറഞ്ഞാട്ട്. കർത്താവെ നന്ദി. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. അങ്ങ് ഞങ്ങളെ അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതി കർത്താവ് നമുക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ആ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ പാപത്തിൻ്റെ ആ ചേറ്റിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയതിനായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, 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 സ്തോത്രമപ്പാ. ഞങ്ങൾക്ക് തന്ന നിത്യജീവനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിനായിട്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. കർത്താവേ, കഴിഞ്ഞ 3 ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഓരോ ദിവസവും അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന പകർച്ചകൾക്കായിട്ട്, കൃപകൾക്കായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ 4-ാം തീയതി പ്രഭാതത്തിൽ, ഈ പ്രത്യേക കൃപയുടെ മാസത്തിൻ്റെ 4-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന ഈ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ രക്തം മുദ്ര വെക്കുന്നു. ഇന്നത്തെ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ അങ്ങയുടെ മഹിമ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരം മുഴുവൻ ചൊറിയുന്ന അനുഭവം, ആമേൻ, അലർജിക്ക്, ആമേൻ, അങ്ങനെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതയാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ചൊറിച്ചിൽ, അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും മാറി കർത്താവരെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഓർക്കുക. അങ്ങ് അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ പ്രവൃത്തി തൻ്റെ മക്കൾക്കായിട്ട് വെളിപ്പെടുത്തണമേ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ എല്ലാ വിടുതലുകളും കർത്താവ് കൊടുക്കണം. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. ഹയർ സ്റ്റഡീസിന് വേണ്ടിയൊക്കെ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അഡ്മിഷൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് അവർക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വലിയ പകർച്ച കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഒരു ഉണർവിന് വേണ്ടി തൻ്റെ മക്കളെ ഒരുക്കുന്നതിനായിട്ടും സ്തോത്രം. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളത്തെ സഭായോഗം മഹത്തരമായി തീരട്ടെ, അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം ഉയരുവാൻ അത് മുഖാന്തരം ഇടവരണം. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കും.
സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സ്പെഷ്യൽ ഗ്രേസിനാൽ ഇന്ന് നിങ്ങളെ പൊതിയുകയും അത് നിങ്ങളുടെ മുമ്പിൽ ആ കർത്താവിൻ്റെ പ്രത്യേക കൃപ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വാതിലുകളെ തുറന്നു തരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ആമേൻ, 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 കർത്താവിൻ്റെ ഫേവർ, ആമേൻ, തുറക്കത്തിൽ എന്ന് പറഞ്ഞ വാതിലുകൾ ഇന്ന് നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് ആമേൻ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളെ അത്ഭുതമാക്കി തീർക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ സഭായോഗം ആരംഭിക്കും. അത് പ്രാർത്ഥിക്കുക. ആ ദൈവഹിതമായ അതങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന സന്ദേശം റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് നമുക്കെല്ലാവർക്കും കാണാനറിയാവുന്നതായ വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. അപ്പം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഒന്ന് എന്തുണ്ടാണ്? ഉത്സാഹമുണ്ടാകണം. ഉത്സാഹികളായിരിക്കണം. ഉത്സാഹികളുടെ കൈ സമ്പത്തുണ്ടാക്കും. മടിയന്മാർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടത്തില്ല. ഒരു രീതിയിലും മടി വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യരുത്. ഉത്സാഹമുള്ളവരായിരിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ഒരു ഉത്സാഹം ഉണ്ടാകട്ടെ. ഉത്സാഹത്തിന് എന്തു വരരുത്? മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കും. എരിവെന്ന് പറഞ്ഞാൽ യേശുവിനെ ആമേൻ, യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഈ കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ യേശുവിന് അങ്ങ് എരിവ് വന്നു. അതായത് ഉള്ളിലൊരു ആത്മീകമായ തീക്ഷ്ണതയുണ്ടാകുക. അതായത് ദൈവത്തോടുള്ള ആത്മാർത്ഥത, ആവേശം, ദൈവത്തോടുള്ള തീക്ഷ്ണത, അവ പൂർണ്ണ ഹൃദയത്തോടുള്ള ആത്മാവും പ്രവൃത്തിയുമാണ് എരിവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മൾ ഈ എരിവോടെ വേണം ഭൂമിയിൽ നിൽക്കുവാൻ. ദൈവത്തോടെ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികളോട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ കർത്താവ് ചെയ്യുവാൻ ഇടവരും. നമ്മുടെ അകത്തൊരു എരിവുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആമേൻ. അപ്പോൾ അതുകൊണ്ട് ആമേൻ, ഇപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നീ പ്രാർത്ഥിക്ക്, നീ കർത്താവിൻ്റെ വേല ചെയ്യ്, പാട്ടുപാട്, കർത്താവിന് വേണ്ടി നിൽക്ക് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്കൊരു പ്രോത്സാഹനമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് ആമേൻ കൂടുതൽ മുന്നേറാൻ കഴിയും. ഇപ്പോൾ ഒരു പാർക്ക് ചെയ്തിരിക്കുന്ന കാറ്, ആമേൻ, ഒരു കാറ് അതിന് ചുമ്മാതെ അവിടെ കിടക്കുക, അത് അനങ്ങാതെ കിടക്കുക. എന്നാൽ അത് പ്രവർത്തിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്യില്ല? ചലിക്കുകയില്ല. പക്ഷേ അതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊന്ന് ആക്സിലേറ്ററൊക്കെ കൊടുത്താലും അതങ്ങ് ചലിച്ചോളൂ. ഇപ്പോൾ ഒരു ഫുട്ബോൾ മൈതാനത്ത് വെച്ചിരിക്കുക. ഈ മൈതാനത്ത് വെച്ചിരിക്കുന്ന ഫുട്ബോൾ ആരെങ്കിലും കാല് കൊണ്ടൊന്ന് തട്ടിയാലല്ലേ ചലിക്കത്തുള്ളൂ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിശ്ചലമായി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ പ്രയാസവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് ഓർപ്പിക്കുക, ഹല്ലേലൂയ, നമ്മൾ നിശ്ചലരായിരിക്കരുത്. നമ്മൾ പ്രാർത്ഥനയിലും വചനത്തിലും കൂട്ടായ്മയിലും ആമേൻ, ആമേൻ, എന്ത് ചെയ്യണം? ഉന്മേഷമുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നിഷ്ക്രിയത്വത്തിലേക്ക് പ്രവർത്തിക്കാതെ അങ്ങ് വീണു പോകാൻ സാധ്യതയുണ്ട്. കുറേ നാൾ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് പിന്നെ ഇനി എന്നാ പ്രകടനമാരാന്ന് തോന്നും. കുറേ നാൾ നമ്മൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, രാവിലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പിന്നെ അങ്ങ് പ്രാർത്ഥനയിലൊരു മടുപ്പ് വരും. ഇപ്പം പണ്ട് പാട്ട് പാടി അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കുവാൻ കുറച്ച് നാൾ അത് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിനോടുള്ളൊരു ആഗ്രഹം അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ശത്രുവിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ എരിവില്ലാതാക്കുക. നമ്മളെ അങ്ങ് മടുപ്പിക്കുക. പിന്നെ ഇപ്പം ഇത്രയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയൊന്നും ആരാധനയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര ഉപവാസം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാൻ നോക്കുമ്പോൾ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ അകത്ത് ഒരാത്മീക തീക്ഷ്ണതയുണ്ടാകട്ടെ, ആത്മീക ശക്തി വ്യാപരിക്കട്ടെ, പ്രാർത്ഥിക്കാനൊരു ഉന്മേഷം വ്യാപരിക്കട്ടെ, ആരാധിക്കാനൊരു ഉന്മേഷം വ്യാപരിക്കട്ടെ, അതുപോലെ ആരാധനയ്ക്ക് പോകാൻ ഒരു ഉന്മേഷം വ്യാപരിക്കട്ടെ. നമ്മൾ ഈ ആരാധനയ്ക്കൊക്കെ പോകുന്ന ഉന്മേഷത്തോടെ വേണം പോകാൻ. ഇപ്പോൾ ഉദാഹരണം പറയാൻ, നാളെ നമുക്ക് ആരാധനയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നേ പ്രിപ്പയർ ആയിരിക്കും. ഇന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം. നാളെ എനിക്ക് ആരാധനയുള്ള ദിവസം, കർത്താവിനെ ആരാധിക്കേണ്ട ദിവസം, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ദിവസം, പാടേണ്ട ദിവസം. അപ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം. മാനസികമായി ശാരീരികമായി ഒക്കെ നമ്മൾ ഒരുക്കണം. നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് പ്രിപ്പറേഷൻ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും, എന്നാ നാളെ എന്തോ പരിപാടി? ഉടനെ വളരെ ആരാധനയുള്ള ദിവസം. അപ്പോൾ അവരുടെ ഉള്ളിലും അങ്ങനെ ഒരു ചിന്ത വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു അതാ കുഞ്ഞുങ്ങളും പഠിക്കും. അതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും ആത്മാവിൽ എരിവുണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് എരിവുണ്ടാവുള്ളൂ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക. ആത്മാവിൽ എരിവുള്ളവരായി, തീക്ഷ്ണതയുള്ളവരായി, ആത്മാർത്ഥതയുള്ളവരായി, ആമേൻ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിന് വേല ചെയ്യുക. ഒരാളോട് ഒന്ന് സുവിശേഷം പറയാൻ നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാകും. എനിക്ക് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം, അനേകരോട് സുവിശേഷം പറയണം. അത് തീക്ഷ്ണതയോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടും. അത് നമ്മളിലേക്ക് സ്പെഷ്യൽ കൃപയെ കൊണ്ടുവരാൻ കാരണമാകും. അതുകൊണ്ട് ഇന്ന് ആത്മാവിൻ്റെ തീക്ഷ്ണതയോടെ
ഉന്മേഷത്തോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ കിട്ടി സഭായോഗത്തിന്, ഇതൊക്കെ നമ്മൾ 4 പേർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കുക. എന്തിനാ? ആളുകൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു സന്തോഷം, നമ്മൾ കൊച്ചിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കും, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ടൂറിന് പോയാൽ അതെടുത്ത് സ്റ്റാറ്റസ് ഇടും. എന്നാൽ ദൈവത്തോടുള്ള എരിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടമാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും, വലിയ പ്രതിഫലങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും പിതാവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ തീഷ്ണതയുള്ളവരായിത്തീരട്ടെ, ആത്മാവിൽ എരിവുള്ളവരായിത്തീരട്ടെ. ഇവരുടെ പ്രാർത്ഥന സജീവമാകട്ടെ, ഇവരുടെ ആരാധന സജീവമാകട്ടെ, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.